ഹായ്, ഞാൻ റിയാസ് ബിൻ ഉബൈദ്. നമ്മളെല്ലാവരും പരാജയത്തെ ഭയപ്പെടുന്നവരാണ്. പരീക്ഷയിൽ തോൽക്കുമ്പോൾ, ഒരു ബിസിനസ് പരാജയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വിചാരിച്ച ഒരു കാര്യം നടക്കാതെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം അവസാനിച്ചു എന്ന്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ വിജയികളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. അവരെല്ലാം നമ്മളെക്കാൾ എത്രയോ കൂടുതൽ തവണ പരാജയപ്പെട്ടവരാണ് എന്ന്. ഇന്ന് നമുക്ക് പരാജയത്തെ എങ്ങനെ ഒരു ചവിട്ടുപടിയാക്കി മുന്നോട്ട് പോകാമെന്ന് നോക്കാം. നമ്മൾ പരാജയപ്പെടുമ്പോൾ ചുറ്റുമുള്ള പലതും പറയും, നിനക്കിത് പറ്റില്ല, നീ എന്തിനാണ് ഇത് തുടങ്ങിയത് എന്നൊക്കെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓർക്കുക, നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടേത് മാത്രമാണ്. ലോകം നിങ്ങളെ അളക്കുന്നത് നിങ്ങളുടെ വിജയങ്ങൾ വെച്ചാണെങ്കിൽ നിങ്ങളെ അളക്കേണ്ടത് നിങ്ങൾ എത്ര തവണ വീണിട്ടും തിരിച്ച് എഴുന്നേറ്റു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബൾബ് കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചപ്പോൾ 10,000 തവണ തോറ്റ എഡിസൺ പറഞ്ഞത് ഞാൻ തോൽക്കുകയല്ല ചെയ്തത്, മറിച്ച് ബൾബ് ഉണ്ടാക്കാൻ പറ്റാത്ത 10,000 വഴികൾ ഞാൻ കണ്ടെത്തിയെന്നാണ്. ആ ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ് പ്രിയപ്പെട്ടവരെ നമുക്കും വേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ പരാജയത്തെ നിങ്ങൾ എങ്ങനെ അതിജീവിച്ചു എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അത് മറ്റൊരാൾക്ക് വലിയൊരു പ്രചോദനമായേക്കാം. അപ്പോൾ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ പതറിപ്പോകാതെ, വീണെടുത്ത് തന്നെ കിടക്കാതെ, പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, എഴുന്നേക്കുവാൻ ശ്രമിക്കാം. നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നു അത്രമാത്രം വിജയം നമ്മളെ തേടിയെത്തും. നമ്മൾ പരിശ്രമിക്കുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കഴിയുന്നില്ല എന്നുള്ള ചിന്താഗതിയാണ് നമുക്കുള്ളത് എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പരാജയപ്പെടും. അപ്പോൾ പരാജയം എന്നത് നമ്മുടെ നിഘണ്ടുവിലില്ല, പരിശ്രമം മാത്രമേ ഉള്ളൂ. എത്രമാത്രം നിങ്ങൾ പരിശ്രമിക്കുന്നോ അത്രമാത്രം നിങ്ങളിലെ വിജയം തേടി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.